ഹലോ കൂട്ടുകാരെ, ആരാധ്യലക്ഷ്മി ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേരള പാഠാവലി ഒന്നാമത്തെ യൂണിറ്റ് ഇളങ്കാറ്റ് തെല്ലൊന്നു തൊട്ടെന്നു വന്നാൽ എന്ന യൂണിറ്റാണ്. ഈ യൂണിറ്റിലെ ആദ്യത്തെ ടോപ്പിക്കാണ് ഇലകൾ. ഈ ഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പാഠത്തിലേക്ക് കിടക്കാം. ഇളം കാറ്റ് തെല്ലൊന്നു തൊട്ടെന്നു വന്നാൽ. ഇലകൾ എന്ന ഭാഗം ഈ കവിത എഴുതിയത് പ്രശസ്ത കവി ജി കുമാരപിള്ളയാണ്. അദ്ദേഹത്തിൻ്റെ വനപർവ്വം എന്ന കൃതിയിലെ കുറച്ച് വരികളാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. പാഠം ഇലകൾ. ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും മൊരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പു കാൺകെ, മഴക്കാറുകൊണ്ടോ മഴത്തുള്ളി വീണു മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു. മഴത്തുള്ളി തൊട്ടോരു മാഹേന്ദ്രജാലം തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും. മരിക്കാനിരിക്കും മരക്കൊമ്പു തോറും കുനുത്തു കുരുത്തു മുളപ്പായ് പൊടിപ്പായ്. കവിതയിൽ പറഞ്ഞിരിക്കുന്നത് വേനൽക്കാലത്ത് ഉണങ്ങി ദ്രവിച്ചു നിൽക്കുന്ന ഒരു മരത്തെ പറ്റിയാണ്. കടുത്ത ചൂടിൽ ഇലകളെല്ലാം കൊഴിഞ്ഞു നിൽക്കുന്ന ഈ വൃക്ഷം കണ്ടാൽ ഉണങ്ങി വീഴാറായി നിൽക്കുന്ന ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ മഴക്കാറ് വന്ന് അങ്ങനെ മഴ പെയ്തത് മൂലം ഈ ചെടിയിൽ മഴത്തുള്ളി വന്നു വീണു. അങ്ങനെ മഴത്തുള്ളി വീണതിന് ശേഷം ഇലകളെല്ലാം അങ്ങിങ്ങായി മുളച്ചു തുടങ്ങി. അതാണ് ഈ കവിതയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. പാഠത്തിൻ്റെ ഇതിവൃത്തം അതാണ്. ഒന്നുകൂടെ നമുക്കതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. ഉണങ്ങി ചുളിഞ്ഞും കരിഞ്ഞും മൊരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പ് കാൺകെ. ഇവിടെ ഒരു മരത്തെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആ മരം എങ്ങനെയാണ് ഉണങ്ങിയും ചുളിഞ്ഞ് കരിഞ്ഞ് ഇലകളെല്ലാം അറ്റിരിക്കുന്ന ഒരൊറ്റ ഇല പോലും ഇല്ലാത്ത ഒരു മരക്കൊമ്പിനെയാണ് പാഠഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇതിൽ മഴക്കാറ് കൊണ്ടു മഴത്തുള്ളി വീണു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ നന്നായിട്ട് മഴക്കോള് ഉണ്ടായി. അതിൻ്റെ ഫലമായി മഴത്തുള്ളി വീണു. മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു. ആ മരത്തിൻ്റെ ചുവട്ടിൽ എല്ലായിടവും വീണു? മഴത്തുള്ളി വീണു. മഴത്തുള്ളി തൊട്ടൊരു മാഹേന്ദ്രജാലം. മഴത്തുള്ളി തൊട്ടതിൻ്റെ ഫലമായിട്ട് ഒരു ഇന്ദ്രജാലം പോലെ, മാഹേന്ദ്രജാലം ഇന്ദ്രജാലം പോലെ തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും. മരക്കൊമ്പെല്ലാം ഇങ്ങനെ നല്ല തുടിച്ചു കിളിർത്തു വരുന്നു. അങ്ങനെ മരിക്കാനിരിക്കും മരക്കൊമ്പ് തോറും മരിക്കാനിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? മരക്കൊമ്പെല്ലാം ദ്രവിച്ചുണങ്ങി വീണു പോകാതിരിക്കുന്ന ആ മരക്കൊമ്പിലെങ്ങും മഴ പെയ്തതുകൊണ്ട് കുനുകുന ഇലകൾ മുളച്ചു വന്നു. കുനുത്തു കുരുത്തു മുളപ്പായി പൊടിപ്പായി. ഇലകൾ അതിൽ അങ്ങിങ്ങായി കുനുത്തു കുരുത്തു വന്നു. പുതിയ പുതിയ ഇലകൾ. കരിഞ്ഞ് ഉണങ്ങി നിൽക്കുന്ന ആ വൃക്ഷത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അല്ലേ. ആ വൃക്ഷത്തിൽ പറ്റി? മഴത്തുള്ളി വന്നു വീണതിൻ്റെ ഫലമായി അങ്ങിങ്ങായി എന്തുണ്ടായി? പുതിയ പുതിയ മൂളങ്ങളുണ്ടായി. അങ്ങനെ ആ മരം പഴയതുപോലെ തന്നെ ആയിത്തീർന്നു. ഇതാണ് ഈ കവിതയിലെ ആശയം. കവിതയിലെ ആശയം തന്നെയാണോ ചിത്രത്തിലുള്ളത്? അതെ, ആ കവിതയിൽ തന്നിരിക്കുന്നത് തന്നെയാണ് ഈ ചിത്രത്തിലും കാണിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ കണ്ടില്ലേ, അങ്ങിങ്ങായിട്ട് ആ മഴത്തുള്ളി വീഴുന്നു. അതിൻ്റെ ഫലമായിട്ട് കുറേയേറെ അങ്ങിങ്ങായിട്ട് ഇലകൾ മുളച്ചു വരുന്നു. തന്നെയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മഴത്തുള്ളി തൊട്ടപ്പോൾ ഉണ്ടായ ഇന്ദ്രജാലം എന്തായിരുന്നു? ചർച്ച ചെയ്യുക. മഴത്തുള്ളി തൊട്ടപ്പോൾ ഉണ്ടായ ഇന്ദ്രജാലം എന്താണ്? മഴത്തുള്ളി വീണതിൻ്റെ ഫലമായി വൃക്ഷത്തിൽ അങ്ങിങ്ങായി പുതിയ പുതിയ ഇലകളുണ്ടായി, മൂളങ്ങളുണ്ടായി. അതാണ് മാഹേന്ദ്രജാലം എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. പാഠം മനസ്സിലായല്ലോ. ഇനി അടുത്ത പാഠം ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം. അത് അടുത്ത വീഡിയോയിൽ ടീച്ചർ പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.